السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على نبينا وحبيبنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة فالله عبادنا സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, സൂറ ബഖറയിലെ 165-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. ومن الناس من يتخذ من دون الله أندادا. ومن الناس ജനങ്ങളിൽ ആരൊക്കെയുണ്ട്? പലരുമുണ്ട്. അതിൽ ഒരു വിഭാഗത്തെ അല്ലാഹു പ്രത്യേകം എടുത്തു പറയുന്നു. യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ. അല്ലാഹുവിന് പുറമെയുള്ളവരെ സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട്. സമദൈവങ്ങൾ. അവർക്കൊരു ദൈവം മാത്രമല്ല, ദൈവത്തിനോട് സമമായ മറ്റു പല ദൈവങ്ങളും. നിദ് എന്ന പദത്തിന്റെ ബഹുവചനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിരിക്കുന്നത്. നിദ് എന്നതിന്റെ ബഹുവചനം അൻദാദ്. നിദ് അൻദാദ്. സൂറ ബഖറയിലെ ആദ്യത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ وأنزل من السماء فأخرج به من الثمرات رزقا لكم. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും നമ്മുടെ സൃഷ്ടിക്കും ആ വാനലോകത്തിൽ നിന്ന് മഴ പെയ്യിപ്പിക്കുന്നതും മഴ മുഖേന നമുക്ക് ഭൂമിയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു ഉത്പാദിപ്പിച്ചു തരുന്നതുമൊക്കെ എടുത്തു പറഞ്ഞതിന് ശേഷം നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കാനാണല്ലോ ആദ്യം പറഞ്ഞു. അവസാനമായ അല്ലാഹു ആ സൂക്തം അവസാനിപ്പിക്കുന്നത് വലാ തജഅലൂ ലില്ലാഹി അൻദാദ. ഇത് പ്രയോഗമാണ് അവിടെ. വലാ തജഅലൂ ലില്ലാഹി അൻദാദ. നിദ്ദുകൾ വേണ്ട. വലാ തജഅലൂ, നിങ്ങൾ ഉണ്ടാക്കരുത്. ലില്ലാഹി, അല്ലാഹുവിന് ആരെ ഉണ്ടാക്കാം. അല്ലാഹുവിന് തുല്യന്മാരെയും സമന്മാരെയും ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ മനുഷ്യരിൽ അധികം ആളുകളും എന്താ ചെയ്യുന്നത്? അല്ലാഹുവിൽ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിന് തുല്യരായ പലരെയും ചെയ്യുന്നു. അവർ വിശ്വസിക്കുകയും അവരിൽ നിന്നൊക്കെ സഹായം പ്രതീക്ഷിക്കുകയും തങ്ങളുടെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അല്ലാഹുവിനെ വിളിച്ചു തരുന്ന പോലെ തന്നെ മറ്റുള്ളവരെയും വിളിച്ചു തരുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. കുറെ ആളുകൾ എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെ തന്നെയാണ്. ലോകത്തുള്ള മനുഷ്യന്മാരിൽ 99% ആളുകളും അതിലധികം ആളുകളും ദൈവവിശ്വാസികളാണ്, അല്ലെ? ദൈവമില്ല എന്ന് പറയുന്ന നാസ്തികർ, ഈശ്വരവാദികൾ, സമ്മതവാദികളൊക്കെ വളരെ കുറിച്ച് വരും. അപ്പോൾ അധികം ആളുകളും ദൈവവിശ്വാസികളാണ്. ഈ ദൈവവിശ്വാസം തന്നെ നിഷ്കളങ്കമായ കറകളഞ്ഞ ദൈവവിശ്വാസം അല്ല ബഹുഭൂരിപക്ഷത്തിന്. ഖുർആൻ തന്നെ പറയുന്നുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ അധികം ആളുകളും അല്ലാഹുവിനെ വിശ്വസിക്കുന്നില്ല. എല്ലാവരും അവർ അല്ലാഹുവിൽ
പങ്കു ചേർക്കുന്നവരായിട്ടല്ലാതെ. അപ്പൊ വിശ്വാസികളിൽ അധികവും എങ്ങനെയുള്ള വിശ്വാസക്കാരാണ്? അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അള്ളാഹു അല്ലാത്ത പലരെയും വിശ്വസിക്കുന്നു. ദൈവങ്ങളായി തന്നെ എന്ത് ചെയ്യുന്നു? അവർ വിശ്വസിക്കുകയും അവരോട് സഹായം തേടുകയും അവരിലേക്ക് അടുക്കുകയും ഒക്കെ ചെയ്യുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതേപോലെ ആരെയും സ്നേഹിക്കുന്നു? അവർ ഉണ്ടാക്കി വെക്കുന്ന സമദൈവങ്ങളെയും അവർ സ്നേഹിക്കുന്നു. അതാണ് ഖുർആൻ പറഞ്ഞു. അതാണ് അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ അല്ലാഹു ഈ ആയത്തിലൂടെ പരിചയപ്പെടുത്തും കേട്ടോ. وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا وَمِنَ النَّاسِ ജനങ്ങളിലുണ്ട് മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി. ദൂനില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് പുറമെ, അല്ലാഹുവിനെ കൂടാതെ. മിൻ ദൂനില്ല, അല്ലാഹുവിന് പുറമെ അല്ലെങ്കിൽ അല്ലാഹുവിനെ കൂടാതെ അന്താദ തുല്യന്മാരെ, സമന്മാരെ സ്വീകരിക്കുന്ന ആളുകൾ മനുഷ്യരിലുണ്ട്. ഇനി അവരുടെ അവസ്ഥ അല്ലാഹു പറയുന്നു. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. യുഹിബ്ബൂനഹും, അവർ അല്ലാഹുവിന് പുറമെയുള്ള ഈ സമദൈവങ്ങളെ, അവർ ഉണ്ടാക്കി വെച്ച തുല്യന്മാരായ സമന്മാരായ ആളുകളെ സ്നേഹിക്കുന്നുണ്ട്. ഏതുപോലെ തന്നെ അവർ സ്നേഹിക്കുന്നുണ്ട്. കഹുബ്ബില്ലാഹ്, ആരെ സ്നേഹിക്കുന്ന പോലെ? അല്ലാഹുവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവർ അവരെയും സ്നേഹിക്കുന്നു. ചിലപ്പോ അല്ലാഹുവിനേക്കാൾ കൂടുതൽ ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യും? അവർ സ്നേഹിച്ചിട്ടുണ്ട്. അല്ലാഹു സ്നേഹിക്കുന്ന പോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിൽ. എന്നാൽ യഥാർത്ഥ വിശ്വാസികളുടെ നിലപാട് എന്തായിരിക്കും? അതാണ് തുടർന്ന് പറയുന്നത്. യഥാർത്ഥ വിശ്വാസികളുടെ ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടും മനോഗതിയും മനോനിലയും എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നു. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വല്ലദീന ആമനൂ എന്നാൽ സത്യവിശ്വാസികൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനോട് അതിശക്തമായ സ്നേഹമുള്ളവരത്തെ. ഷദീദ് എന്നതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് എന്ത്? അശദ്ദ്. കഠിനമായ, തീവ്രമായ, ശക്തമായ എന്നൊക്കെ പറയാം. എന്തിന്? അശദ്ദ്. അപ്പൊ ഹുബ്ബിന്റെ അശദ്ധായ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ അതിതീവ്രമായ, കഠിനമായ, ശക്തമായ അവസ്ഥ. അത് ആരോടാണ് ഉണ്ടാകേണ്ടത്? ആരോടുണ്ടാകണം? അല്ലാഹുവിനോടാണ്. സ്നേഹം എന്ന വികാരം മനുഷ്യരായ മനസ്സിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. സ്നേഹം ഒരു അനുഗ്രഹമല്ലേ? അല്ലേ? സ്നേഹം അനുഗ്രഹമല്ല എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഈ സ്നേഹം നമുക്ക് നൽകുന്നവൻ ആരാണ്? നമ്മുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാക്കി തരുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. മാതാപിതാക്കളോടുള്ള സ്നേഹം മക്കൾക്ക് ഉണ്ടാകുന്നു, മക്കളോടുള്ള സ്നേഹം മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നു. ഇതെങ്ങനെയാണ് വെറുതെ ഉണ്ടാകുന്നതാണ്. ഇത് ആര് ഉണ്ടാക്കി തരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തരുന്നു. ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്നതോടുകൂടി ആ സമയത്തോടുകൂടി തന്നെ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തന്റെ ഗർഭസ്ഥ ശിശുവിനോടുള്ള സ്നേഹം ആരിലുണ്ടാകുന്നു? ഉമ്മയിലുണ്ടാകുന്നു. പിതാവിനും അത് ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള ഈ സ്നേഹം, അതേപോലെ തന്നെ മനുഷ്യർ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഈ മനുഷ്യ സാഹോദര്യത്തിന്റെ, മാനവികതയുടെ സ്നേഹം മനുഷ്യന്മാർ തമ്മിൽ. നമുക്ക് ഈ പ്രപഞ്ചത്തോടും പ്രകൃതിയോടും നമ്മുടെ ചുറ്റുപാടിനോടും നമ്മുടെ കൂടെയുള്ള മറ്റു സകല ചരാചരങ്ങളോടും ജീവികളോടും ഒക്കെയുള്ള സ്നേഹം, വെറുപ്പ്, വിദ്വേഷം ഒക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ എന്തുമുണ്ട്? സ്നേഹവും ഉണ്ട്. നോക്കൂ, നിങ്ങൾ ഭാര്യയും ഭർത്താവും ഇണകൾക്കിടയിൽ ഉണ്ടാകുന്ന സ്നേഹം ആര് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്? അല്ലാഹു
അള്ളാഹു കൊടുക്കുന്ന വിവാഹ സമ്മാനമാണ് എന്ന് പറഞ്ഞു. നമ്മളൊക്കെ വിവാഹ സമ്മാനം നവദമ്പതികൾക്ക് കൊടുക്കാറുണ്ട്. അതൊക്കെ ഇങ്ങനെ തീർന്നു പോകും. പക്ഷെ ഒരിക്കലും തീരാത്ത, ഒറ്റിപ്പോകാത്ത, അറ്റമില്ലാത്ത അനന്തമായ പ്രണയവും അതേപോലെ തന്നെ നിഷ്കളങ്കമായ സ്നേഹവും സമ്മാനമായി നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു ഉണ്ട് എന്നതിന് തെളിവായി അല്ലാഹു ആ സ്നേഹം നൽകലിനെ പറയുന്നു. പടച്ചവന്റെ വിവാഹ സമ്മാനം എന്താണെന്നോ അല്ലാഹു ഉണ്ട് എന്നതിന്റെ തെളിവാണെന്നോ. പിന്നെ ആയാത്തിഹി അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ എന്തി പറയുന്ന ചില സൂറത്തുൽ മുമ്പിലാ കാര്യം പറയും. മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ പരസ്പരം ഇണങ്ങി ജീവിക്കാൻ വേണ്ടിയാണ്. മിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹി. എന്നിട്ട് പറയുന്നു വജഅല ബൈനകും, അവൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തരുന്നു എന്ത്? മവദ്ദ, സ്നേഹം, പ്രണയം, അനുരാഗം, വറഹ്മ, കാരുണ്യം. അപ്പൊ ഇത് നൽകുന്നവനായ അല്ലാഹുവിനെയാണ് നമ്മളേറെ സ്നേഹിക്കേണ്ടത്. അപ്പൊ സ്നേഹമാകുന്ന വികാരം ഏറ്റവും കൂടുതൽ അത് അശ്രദ്ധായിക്കൊണ്ട് തീവ്രമായി, കഠിനമായി, വലിയ രൂപത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ ആരോട് ആദ്യമായി ഉണ്ടാകണം? അല്ലാഹുവിനോട്. നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ഹലാവത്തുൽ ഈമാനിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിട്ടുണ്ട്. ഈമാനിന്റെ മാധുര്യം, നമ്മുടെ ഈമാനിന് ഒരു മധുരിമ വരാനുണ്ട്. പലതിന്റെയും മധുരം നമ്മൾ നുകരുന്നില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഈമാനിന് എന്തുണ്ട്? മാധുര്യമുണ്ട്. ഈമാനിന്റെ മാധുര്യം നമുക്ക് നുകരാനാകുന്നത് അല്ലാഹുവിനോടുള്ള തീവ്രമായ സ്നേഹം നമ്മുടെ മനസ്സുകളിൽ, മനോമുഖരങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ്. അല്ലാഹുവിനോടുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ ആരോടുള്ള സ്നേഹമാകണം? ആരോടുള്ള സ്നേഹമാകണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമാകണം. അതും ഈമാനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ യുമിനു അഹദുക്കും, റസൂൽ പറഞ്ഞു, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള സകലമാന ജനങ്ങളെക്കാളും ഏറ്റവും അഹബ്ബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ, നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ളവൻ ആരാകണം? ഞാനാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകണം. അത് നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. എന്ത്? മഹബ്ബത്തുല്ലാഹ് ഒന്നാമത്. രണ്ടാമത്തേതോ മഹബ്ബത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മനുഷ്യനിലുള്ള കാര്യങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നമ്മൾ പലതിനെയും എന്ത് ചെയ്യുന്നു? അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും ഏറ്റവും പ്രിയപ്പെട്ടതായി കാണുന്നു. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറത്തുകും. എത്ര ബന്ധങ്ങളെ അല്ലാഹു എണ്ണി പറഞ്ഞത്? 5 ബന്ധങ്ങൾ. സൂറത്ത് തൗബയിലാണ് പറയുന്നത്. 5 ബന്ധങ്ങൾ. പറയുന്ന പ്രവാചകൻ പ്രഖ്യാപിക്കൂ, പ്രസ്താവിക്കൂ. ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ, വഅബ്നാഉകും, നിങ്ങളുടെ സന്താനങ്ങൾ, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങൾ, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകൾ, വഅശീറത്തുകും, നിങ്ങളുടെ കുടുംബങ്ങൾ. ബന്ധങ്ങൾ 5 എണ്ണമുണ്ട്. ഈ 3 കാര്യങ്ങൾ മനുഷ്യൻ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സമ്പാദ്യം. നഷ്ടം പറ്റിപ്പോയേക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ ബിസിനസ്സുകൾ. തഖ്ശൗന കസാദഹ നിങ്ങൾക്ക് പേടി എന്താ? നഷ്ടം പറ്റുമെന്ന് ശ്രമിക്കും. കച്ചവടം ചെയ്യുമ്പോഴൊക്കെ മനുഷ്യന് പേടിയാണ്. എന്താ പേടി? ലാഭം കൂടുതലായ എന്താണെന്ന് ശരിയാകുന്നില്ല, ഇതിനെയോ നഷ്ടം പറ്റുന്നില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുന്ന, സ്നേഹിക്കുന്ന നിങ്ങളുടെ വീടുകൾ. വീട് മനസ്സിലാക്കാൻ നമ്മൾ എപ്പോഴും ഉണ്ടാവില്ല അല്ലേ? വീട് പണി തുടങ്ങുമ്പോൾ തന്നെ പ്ലാന്, അതിന്റെ എന്താ സംഗതികളൊക്കെ വരുന്നുണ്ട്. ദുനിയാവിലെ വീടിന് പ്ലാനും പദ്ധതിയും സംഗതികളൊക്കെ ഒരുക്കുകയാണ്. അതേപോലെ തന്നെ
ഒരു വീട് നമുക്ക് എവിടെ വേണം? റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. റബ്ബേ, നിന്റെ അരികിൽ സ്വർഗത്തിൽ ഒരു വീട് എനിക്ക് നീ ഒരുക്കി തരണം. അതിനുള്ള പരിപാടികളും പ്ലാനും പദ്ധതികളും ഒക്കെ ഇവിടുന്ന് അതിന്റെ പ്ലാൻ വായിച്ചിട്ടുണ്ടോ? അത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും നമ്മൾ മനസ്സിൽ വരക്കണം. ഇതൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളാണ്. എവിടെ എവിടെ അവിടെ ടോയ്ലറ്റ് ഏതായാലും വേണ്ട കേട്ടോ, അടുക്കളയും വേണ്ട. ആ രണ്ടും പ്ലാനും ഒഴിവാക്കിക്കോ. ആ പരിപാടി അവിടെ ഇല്ല സ്വർഗത്തിൽ. അപ്പൊ അവിടെ അല്ല വീടിന്റെ പ്ലാനും പരിപാടിയും പദ്ധതിയൊക്കെ നമ്മളെ മനസ്സിൽ വരുന്നുണ്ടോ? അവിടെ ഇല്ല മനുഷ്യന്മാർ. അതുകൊണ്ട് അള്ളാഹു 3 കാര്യങ്ങൾ പ്രത്യേകം എടുത്ത് പറയും. ഒന്ന്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ ഭവനങ്ങൾ, അതാണ് അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എങ്കിൽ. 8 കാര്യങ്ങൾ എണ്ണി പറയും. 5 നമ്മുടെ ബന്ധങ്ങളാണ്, അത് ഉണ്ടാകേണ്ടതാണ്. ഈ സ്നേഹമൊക്കെ വേണ്ടെന്നല്ല പറയുന്നത്. ഉപ്പാനോടും ഉമ്മാനോടും സഹോദരങ്ങളോടും ബന്ധുമിത്രാദികളോടും അതേപോലെ തന്നെ ഇണകളോടും ഒക്കെയുള്ള സ്നേഹം വേണ്ടാന്ന് പറയുന്നത്. ഉണ്ടാക്കി തരുന്ന ആരാണ്? ആ സ്നേഹത്തിലൂടെ നമുക്ക് എന്ത് നേടാനാവണം? അള്ളാഹുവിനോടുള്ള ഇഷ്ടം നേടാനാവണം. അതിലൂടെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുന്നു. അള്ളാഹു പറയുന്ന ഈ 8 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ. എന്തിനേക്കാൾ? അഹബ്ബ ഇലൈക്കും മിനല്ലാഹ് വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. 3 കാര്യങ്ങൾ. അള്ളാഹുവിനേക്കാൾ, അവന്റെ റസൂലിനേക്കാൾ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെക്കാൾ. ജീവിതം ഒരു ത്യാഗമാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിക്കൊണ്ടുള്ള ജീവിതം, അള്ളാഹുവിന്റെ അനിഷ്ടങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ വരാതെ സൂക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം ഒരു ജിഹാദാണ്. മരണം ജിഹാദ് എന്ന പോലെ എന്തും ജിഹാദ് തന്നെയാണ്, ജീവിതവും ജിഹാദാകുന്നു. ജിഹാദിൻ ഫീ സബീലിഹി. കാരണം അള്ളാഹു നമ്മളെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ 99 നാമങ്ങളിൽ അസ്മാഉൽ ഹുസ്ന, അതിലൊരു നാമമാണെന്ന് അൽ വദൂദ്. വദൂദാരാണ്? ഏറെ ബുദ്ധ് നൽകുന്നവൻ, മബദ്ദത്ത് നൽകുന്നവൻ, സ്നേഹം നൽകുന്നവൻ. അള്ളാഹുവിന്റെ സ്നേഹത്തിന് പരിധിയില്ല, അതിരില്ല. നമ്മുടെ സ്നേഹം ഇടയ്ക്ക് കുറിച്ചു കളയും, ഇടയ്ക്ക് കുറച്ചു കളയും, അല്ലെ? ഇടയ്ക്ക് പിൻവലിച്ചു കളയും. മറ്റ് കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ട് കൊടുക്കും ചിലപ്പോ. അങ്ങനെയൊക്കെയല്ലേ നമ്മളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, അവൻ നൽകുന്ന സ്നേഹം ആരാധറിയുന്നത്, ആരാധനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ചിന്തിച്ചാൽ വരെ പഠിച്ചവൻ കൂലി തരുമെന്ന് പറഞ്ഞു. ഇതിനെ പറ്റിക്കാൻ നമുക്ക് ചിന്തിക്കണം. എന്തിനെ പറ്റി അവർ ചിന്തിക്കണം? വിഷയം കിട്ടുന്നില്ലല്ലോ. ഖുർആൻ ഓതുന്ന ആൾക്ക് ചിന്തിക്കാൻ വിഷയമില്ലാതെ. വിശുദ്ധ ഖുർആനുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്ന ഒരാൾക്ക് എമ്പാടും വിഷയങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ സുബൈ സ്കരിച്ചിട്ടോ സുബൈന്റെ മുമ്പോ ഒരായത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സാന്നിധ്യത്തോടു കൂടി ഓതുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് കെട്ടിമറിയാൻ ഒരായത്തന്നെ ചിന്തിക്കാൻ. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത പോലും ആലോചന പോലും ഒരു പുണ്യവും ഹസനത്തുമായി തീരുന്നു എന്ന് പഠിപ്പിക്കപ്പെട്ടു. നമ്മൾ നോക്കൂ, ഈ ആയത്തിലേക്ക് വരും. അപ്പൊ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകൾ അള്ളാഹുവിന് സമദൈവങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് അവരെ സ്നേഹിക്കുന്നവരുണ്ട്. അള്ളാഹുവിന് തുല്യന്മാരുണ്ടാക്കാൻ പാടുണ്ടോ? നിങ്ങൾ അള്ളാഹുവിന് നിന്ദുകളെ ഉണ്ടാക്കരുതേ എന്ന് എല്ലാ മനുഷ്യരെയും വിളിച്ച അള്ളാഹു പറയുന്നത്. സൂറത്തുൽ ബഖറയിൽ ഖുർആനിന്റെ ആദ്യത്തെ മനുഷ്യരോട് ഒന്നിച്ചുള്ള സംബോധന ഈ സംഗതിയെ പറയുന്നത്. അവരെ മാത്രം നിങ്ങൾ ആരാധിക്കണം, അവന്റെ തുല്യന്മാരുണ്ടാക്കരുത്. ഇവിടെ ഈ 165-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മനുഷ്യരിൽ ഇങ്ങനെയും ചില ആളുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, സത്യവിശ്വാസികൾ അല്ലാഹുവിനോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ എന്ന്. അപ്പൊ എന്താണ് ശരിക്കും നമ്മുടെ ഈമാനിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി
ഈമാനിന്റെ മാധുര്യം നുകരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഈ ആയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഇതിവൃത്തം. ഈമാനിന്റെ മാധുര്യം ഇതൊരു ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞപ്പോ മനുഷ്യർ പറഞ്ഞായിരുന്നു പഠിതാക്കൾ, ഈമാനുണ്ടോ നുകരം, ഈമാനുണ്ടോ നുകരം, ഹലാവത്തുൽ ഈമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. മാധുര്യമുണ്ട്, വിശ്വാസത്തിന്റെ മധുരം എന്നൊക്കെ നമ്മളിപ്പോൾ കമലാശ്വരീയ അവസാന കാലത്ത് എഴുതിയ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അതില് സ്നേഹത്തിന്റെ മാധുര്യം പോലെ, വിശ്വാസത്തിന്റെ മാധുര്യം പോലെ, ദൈവത്തിനോടുള്ള അവരുടെ പ്രണയത്തെ കുറിച്ച് ആ പുസ്തകം വാങ്ങുന്നുണ്ട്. അതൊന്നും വായിച്ചാൽ ഞാൻ ദൈവത്തെ പ്രണയിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കും, നല്ല മലയാളത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ ഖുർആൻ പറയുന്ന ഒരു വലിയ കാര്യമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം. അള്ളാഹുവിനോടുള്ള സ്നേഹത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ മറ്റൊരാളുടെ സംശയം എന്തായിരുന്നു, നിങ്ങൾ ഈ പറയുന്നതിന് ആദ്യമായിട്ട് കേൾക്കാന്നാണ്. ഉമ്മയും ബാപ്പയും എന്നെ പഠിപ്പിച്ച് പഠിച്ചോനെ പഠിച്ച് ജീവിച്ചോളണ്ടി, പഠിച്ചോനെ പേടിച്ച് ജീവിച്ചോളണ്ടി, പേടിയെന്നില്ലാണ് അള്ളാഹിനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. പേടിയും വേണം, അതുപോലെ അതൊക്കെ എന്ത് വേണം, സ്നേഹം വേണം. സ്നേഹം കൂടുന്തോറും എന്ത് കൂടും, ഖൗഫുള്ള പറയുന്നുണ്ട്, ഖശിയത്തുള്ള പറയുന്നുണ്ട്. ഖശിയത്തും പറയുന്നുണ്ട്, ഖൗഫും പറയുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അവരെ പേടിക്കരുത്, എന്നെ പേടിക്കരുത്. സൂറ ബഖറയിൽ തന്നെ നമ്മൾ പഠിച്ചത് ആദ്യം പറഞ്ഞു, നാട്ടുകാരെയും മനുഷ്യന്മാരെയല്ല പേടിക്കേണ്ടത്, എന്നെ ഭയപ്പെടും. അപ്പൊ സ്നേഹം എന്ന ഈ സംഗതി അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ, അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് കിട്ടാൻ, നമുക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം വർദ്ധിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടത്. ചെയ്യുന്നതോടൊപ്പം തന്നെ എന്തും ചെയ്യണം, ഖുർആൻ ചെയ്യുകയും ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രവാചകനായിരിക്കുമല്ലോ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ സ്നേഹം വെച്ച് പുലർത്തിയ സൃഷ്ടികളിൽ ആദരണീയനായ വ്യക്തി ഉറപ്പല്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹുവേ ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ യാചിക്കുന്നു, ഇരക്കുന്നു എന്നൊക്കെ പറയില്ലേ, ഇരക്കുക, യാചിക്കുക, തേടുന്നു റബ്ബേന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക എന്ത്, ഹുബ്ബക, നിന്റെ സ്നേഹം എനിക്ക് വേണം റബ്ബേ. ചോദിച്ചോളൂ, ചോദിക്കുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹ് നമ്മളെ സ്നേഹിക്കണം. അള്ളാഹുവിന്റെ സ്നേഹം ജീവിതത്തിൽ നമുക്ക് കിട്ടണം. പിന്നെ അയാളുടെ സ്നേഹം വേണം, വഹുബ്ബ മൻ യുഹിബ്ബുക, യുഹിബ്ബുക, നീ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും എനിക്ക് കിട്ടണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്നേഹം കിട്ടണം എന്ന പോലെ തന്നെ അള്ളാഹു സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വഴി നടത്താൻ വേണ്ടി അള്ളാഹിനോട് നമ്മൾ ദ്വാരക്കുന്നുണ്ട്. എന്താ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പൊ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ വഴി, നേരെ ചൊവ്വയുള്ള വഴിയിലൂടെ നീ ഞങ്ങളെ വഴി നടത്തേണമേ. ആ വഴി ആര് നടന്ന വഴിയാണ്, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അപ്പൊ അള്ളാഹു അനുഗ്രഹിച്ച ആളുകൾ, അവരാണ് അള്ളാഹുവിന്റെ സ്നേഹത്തിന് പാത്രമായത്, അല്ലെ? അവരാണ് ആര്, വഹുബ്ബ മൻ യുഹിബ്ബുക, മൻ യുഹിബ്ബുക ആരാണ്, അള്ളാഹു നീ സ്നേഹിച്ചവർ, അള്ളാഹു സ്നേഹിച്ചവർ ആരാണ്, അല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവെ നീ അനുഗ്രഹിച്ച ആളുകൾ, അള്ളാഹുവിന് പ്രിയപ്പെട്ട ആളുകൾ. അള്ളാഹുവിന് ആളുകളെ ഇഷ്ടപ്പെടാൻ എന്ത് ചെയ്താൽ മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ ഇഷ്ടപ്പെടാൻ മനുഷ്യന്മാരെന്ത് ചെയ്താൽ മതി, വമൻ യുതിഇല്ലാഹ വറസൂൽ, വമൻ യുതിഇല്ലാഹ വറസൂൽ. വലിയ പണിയൊന്നും ചെയ്യേണ്ടതിന് എന്ത് ചെയ്താൽ മതി, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക, റസൂലിന്റെ കൽപ്പനകളെ അനുസരിക്കുക. ومن يطع الله والرسول
فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ഇത്ര നല്ല കൂട്ടുകാരാണ് അവര് എണ്ണി പറഞ്ഞ ആൾക്കാരില്ല. ومن النبيين ആരൊക്കെ? സിദ്ദീഖീൻ, സത്യസന്ധരായി ജീവിച്ച വശുഹദാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷികളായി, വസ്വാലിഹീൻ, സുഹൃതമാണ്. വഹസുന ഉലൈക റഫീഖ, അത്ര നല്ല കൂട്ടുകാരാണ്. ഈ പറഞ്ഞവരൊക്കെ ആരാണ്? അല്ലാഹു അനുഗ്രഹിച്ചവർ. അപ്പോ അവരെന്തേ ചെയ്തത്? അല്ലാഹു ഇഷ്ടപ്പെടാൻ ഇത്താഅത്തുല്ലാഹ് വ ഇത്താഅത്തുർ റസൂൽ, ഇത്താഅത്തുല്ലാഹ് വ ഇത്താഅത്തുർ റസൂൽ, അല്ലാഹുവിനെ അവർ അനുസരിക്കുന്നു, പ്രവാചകനെ അവർ അനുസരിക്കുന്നു. അവരാണ് ആര്? മൻ യുഹിബ്ബുക. അപ്പോ അല്ലാഹുവിനെ, അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകളുടെ സ്നേഹം ആർക്ക് വേണം? നമുക്ക് വേണം. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹു ഇഷ്ടപ്പെട്ട നല്ല മനുഷ്യന്മാരുണ്ടാകും. നന്നായി ജീവിക്കുന്ന ആളുകളെ, നന്നായി ജീവിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇഷ്ടപ്പെടാതിരിക്കുമോ? ഇഷ്ടപ്പെടുമല്ലോ. അതന്നെ വഹുബ്ബമൻ യുഹിബ്ബുക. പിന്നെ എന്ത് വേണം അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ? പിന്നെ പറയുന്നു വഹുബ്ബ കുല്ല അമലിൻ യുബല്ലിഗുനി ഹുബ്ബക, നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ എത്തിക്കുന്ന എല്ലാ കർമ്മങ്ങളെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയണം. അള്ളാന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ എത്തിക്കുന്ന എന്തൊക്കെ അമലുകളുണ്ടോ ആ അമലിനെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോടുള്ള സ്നേഹം കിട്ടാനുള്ള പണി എന്താണ്? ഇതാരെ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിന്റെ സ്നേഹം കിട്ടാൻ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായി ദുനിയാവിൽ ചെയ്യാൻ കഴിയുമോ അത് മുഴുവൻ ജീവിതത്തിൽ ചെയ്ത് പ്രയോഗവൽക്കരിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്ന ആളാണ് ആര്? ഹബീബുന മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലാണ് ഈ പ്രാർത്ഥിക്കുന്നത്. റസൂല് പ്രാർത്ഥിച്ച് നമ്മളോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ച് നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തന്നതാണ്. വഹുബ്ബ, സ്നേഹത്തെ ഞാൻ ചോദിക്കുന്നു. ആരുടെ സ്നേഹം? അല്ലാഹുവിന്റെ സ്നേഹം ചോദിക്കുന്നത്. എന്തിനോടുള്ള സ്നേഹമാണ്? വഹുബ്ബ കുല്ല അമലി, എല്ലാ കർമ്മങ്ങളോടുമുള്ള സ്നേഹം. എല്ലാ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? യുബല്ലിഗുനി ഹുബ്ബക, നിന്റെ സ്നേഹത്തെ എനിക്ക് എത്തിച്ചു തരുന്ന കർമ്മങ്ങൾ. അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ അനിഷ്ടമല്ല. അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഉണ്ടാകേണ്ടത്, അള്ളാഹുവിന്റെ അതൃപ്തിയല്ല ഉണ്ടാകുന്നത്. അള്ളാഹുവിന്റെ തൃപ്തി നേടുന്ന, അള്ളാഹുവിന്റെ സ്നേഹം നേടുന്ന എല്ലാ അമലുകളെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അത് എനിക്ക് തരണമേ എന്നാണ്. പിന്നെ പറയുന്നത് അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക അഹബ്ബ ഇലയ്യ മിൻ നഫ്സി വ അഹ്ലി. നേരത്തെ തോബയിൽ പറഞ്ഞ ആ 8 കാര്യങ്ങളുണ്ട്. ആ 8 കാര്യങ്ങൾ അതാണ്. അല്ലാഹുമ്മ ജഅൽ, അല്ലാഹുവേ നീ ആക്കി തരണമേ, ഹുബ്ബക, നിന്റെ സ്നേഹത്തെ, അഹബ്ബ ഇലയ്യ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാക്കി തീർക്കണം. അള്ളാഹുവിനോടുള്ള സ്നേഹമാകണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്തിനേക്കാൾ? മിൻ നഫ്സി, എന്നേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് എന്താണ്? അപ്പോഴാണ് നമ്മുടെ ജീവിത സമർപ്പണം ഉണ്ടാകുന്നത്. ഇസ്ലാം എന്നാണ് ശരിക്കും. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം എന്താണ്? സമർപ്പണം. എന്തിനെയാണ് സമർപ്പിക്കുന്നത്? ജീവിതത്തെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് സമർപ്പിക്കുന്നത്? അല്ലാഹ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തന്റെ നാഥൻ പറഞ്ഞപ്പോൾ അസ്ലിം, നീ നിന്നെ സമർപ്പിക്കുക, നിന്റെ ജീവിതത്തെ നീ സമർപ്പിക്കുക. ഖാല, ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന് ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു. അതാണ് ശരിക്കും ഇസ്ലാം. അതാണ് അല്ലാഹുമ്മ ജഅൽ ഹുബ്ബക
അഹബ്ബ ഇലയ്യ മിൻ നഫ്സി. അവ സ്വന്തം താല്പര്യങ്ങൾ, സ്വാർത്ഥമായ കാര്യങ്ങൾ, അതിനേക്കാൾ ആരുടെ സ്നേഹമാകാൻ നമുക്ക് വലുത്? അല്ലാഹുവിനോടുള്ള സ്നേഹം. വാഹിനി, എന്റെ കുടുംബത്തെക്കാൾ. അപ്പൊ എന്നേക്കാളും എനിക്ക് എന്നോടും എന്റെ കുടുംബത്തോടുമുള്ള സ്നേഹത്തെക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹം നിന്നോടാക്കി തീർക്കണമേ റബ്ബേ, എനിക്ക് എന്റെ മനസ്സിൽ എന്നാണ് ഈ പ്രാർത്ഥിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ദാഹാർത്തനായി വലഞ്ഞു നിൽക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് ദാഹജലമായി വരുന്ന തണുത്ത വെള്ളത്തേക്കാൾ പ്രിയപ്പെട്ടത് എന്താകണം? നിന്നോടുള്ള സ്നേഹമാകണം, അല്ലാഹുവിനോടുള്ള സ്നേഹമാകണം. ക്ലിയർ അല്ലേ? അപ്പോഴോ ഇങ്ങനെ ഈ ഒരു അവസ്ഥ എത്തുമ്പോഴാണ്, പ്രാപിക്കുമ്പോഴാണ് ഈ പറഞ്ഞ വാക്യത്തിന്റെ ആശയം പരിപൂർണമാകുന്നത്. ഏത്? വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ അല്ലാഹുവിനോട് അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവനോട് തീവ്രമായ, ശക്തമായ, കഠിനമായ സ്നേഹമുള്ളവരാകുന്നു എന്നതാണ്. ഇനി അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ ആരൊക്കെയെന്ന് ഖുർആനിൽ പ്രത്യേകം ഇങ്ങനെ പറയുന്നത് ചില സ്വഭാവങ്ങൾ അല്ലെ, അത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഖുർആനിൽ പല ആയത്തുകളിലായി പറയുന്നുണ്ട്. അത് നോക്കൂ. അതിലൊന്നാമത്തേത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സ്വഭാവമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് സ്വഭാവത്തെ കുറിച്ചാണ് പഠിച്ചത്? കാര്യമായി അല്ലെ? ഒന്നാമത്തെ എന്താണ്? ക്ഷമ. അപ്പൊ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? ക്ഷമാശീലരായ ആളുകളെയാണ്. അല്ലാഹു മഅസ്വാബിരീൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹനശീലരായ, ക്ഷമയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു, സുബറുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ നമുക്ക് സുബറുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ വല്ല മാപിനിയും ഉണ്ടോ? നമുക്ക് സുബറുണ്ടോ ഇല്ലേ എന്നുള്ളത് സ്വന്തം പരിശോധിക്കാൻ പറ്റും. നമുക്ക് സുബറുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഞാനിപ്പോ ഒരു സ്വാഭിമാനാണ്, നമുക്ക് പരിശോധിക്കാൻ കഴിയണം. അതൊക്കെ അതാണ്. ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ശക്തൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആരാണ് ശക്തൻ? എല്ലാ ദിവസവും യോഗയ്ക്ക് പോകുന്ന ആള്, അതേപോലെ തന്നെ 3 നേന്ത്രപ്പഴം, 10 മുട്ട, കേട്ടോ, എന്നും കണക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യുക? ആ ശാരീരികമായ എക്സസൈസിന് ഇങ്ങനെയുള്ള പെരിശയും മസിലൊക്കെ ശരിയാക്കി ഇങ്ങനെ നിൽക്കുന്ന ആളാണ് ശക്തൻ എന്നാ പറയുന്നത്. ആരാ റസൂല് പറഞ്ഞത്? ഒരാളെ എതിരിട്ട് ഊക്കോടുകൂടി തന്റെ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് തള്ളിയിടുന്ന മല്ലനല്ല നിങ്ങളുടെ കൂട്ടത്തില്. പിന്നെയോ കോപം വരുമ്പോൾ ആ സ്വന്തത്തെ നിയന്ത്രിച്ച് അടക്കി നിർത്താൻ കഴിയും. കോപത്തെ അടക്കി നിർത്തുന്നു. എന്നാ ഖുർആനോട് പറഞ്ഞു. സബറിന്റെ കുറച്ച് ഊക്ക് കൂടിയ അവസ്ഥയാണത്. കോപത്തിൽ ഒളബിന്റെ ഒളബ് തിളക്കുക എന്ന് പറഞ്ഞു. ഒളബ് ഇളകുക എന്ന് പറയും. ഇളകിയാൽ തന്നെ കുഴപ്പമാണ്. ഒളബ് അവിടെ ഉണ്ടായാൽ മതി. ഒളബ് എന്ന് പറയുന്ന കോപം, ദേഷ്യം. അത് ചിലർക്ക് എന്ത് ചെയ്യും? ഇളകും. ചിലർക്ക് എന്ത് ചെയ്യും? അത് തിളക്കും. ചിലർക്ക് അത് ജ്വലിക്കും. ആ ജ്വലിക്കുന്ന അവസ്ഥക്കാണ് പറയുന്നത് എന്ന് പറയുന്നത്. അതിനെ അടക്കി നിർത്താൻ കഴിയുന്നു. ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നു. സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുക? അത് ആരോട്? അവിവേകികളായ ആളുകളോട് സംസാരിക്കുമ്പോൾ മാന്യത പുലർത്തുക, സൗമ്യത പുലർത്തുന്നതാണ്. ഇതൊക്കെ കോപത്തെ അടക്കി നിർത്തുക, അത് ആ സംഗതികളിലൊക്കെ പെട്ടത്. അപ്പൊ സുബർ വലിയ ഒരു ഭാഗമാണ്. സുബർ ശീലിക്കുന്ന ആളുകളെ, അത് സ്വഭാവത്തിലേക്ക് ചേർത്തി വെക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു.
രണ്ട് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇഹ്സാൻ. ഇബാദത്തിന്റെ കാര്യം പറഞ്ഞിട്ട് അല്ലാഹു എന്താ പറഞ്ഞിട്ടുണ്ട്? ഇഹ്സാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇഹ്സാൻ എന്താണ്? സുഹൃതം, നല്ല കാര്യം. ഇഹ്സാനിന്റെ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു കാണുന്നുണ്ട്. എന്ത് ചെയ്താലും ആര് കാണുന്നുണ്ട്? അല്ലാഹു കാണുന്നുണ്ട്. അല്ലാഹു നമ്മൾ കാണുന്ന പോലെ ചെയ്യുക. അല്ലാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും ആര് കാണുന്നുണ്ട്? അല്ലാഹു നമ്മളെ കാണുന്നുണ്ട് ഇപ്പോഴൊക്കെ എന്ന ബോധത്തോടെ കാര്യം ചെയ്യുമ്പോഴാണ് അത് ഇഹ്സാൻ, സുഹൃതം. അവ ശരിക്കും പുണ്യം എന്ന് നമ്മൾ പറയില്ല. അപ്പൊ ഇസ്ലാമികമായ ഒരു കാര്യം പുണ്യമാകണമെങ്കിൽ ഈ ബോധം മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ ചെയ്യുന്ന എല്ലാ കാര്യവും എന്താണ്? ഇഹ്സാനാകുന്നു. അത് ചെയ്യുന്നവരാകുന്നു മുഹ്സിനുകൾ. പിന്നെ തഖ്വ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. മൂന്നാമത്തെ. അപ്പൊ നമ്മൾ സ്വാബിറാണോ? അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടും. നമ്മൾ മുഹ്സിനാണോ? അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടും. നമ്മൾ മുത്തഖിയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടും. പിന്നെ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുത്തത്വഹിരീൻ. തൗബ എന്നുള്ളത് മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ഒരു പണിയാകുന്നു. മനസ്സിനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകും. വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വെളുപ്പാക്കി എല്ലാ ദിവസവും നമ്മൾ തുറക്കുന്നില്ലേ? വൃത്തിയാക്കുന്നില്ല. അടിച്ചവരി തുറക്കും വീടില്ലേ? പൊടിയും പൊട്ടുമൊക്കെ എന്ത് ചെയ്യും? തുടച്ച് വൃത്തിയാക്കി വീടും പരിസരവും ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. ഈ വെടിപ്പും വൃത്തിയും അത് ബാഹ്യമായ ശുദ്ധീകരണം. അതിന്റെ ഭാഗമായി നമ്മുടെ ശരീരം ശുദ്ധമാക്കുന്നു, നമ്മൾ ഒന്നും ചെയ്യുന്നു, നമ്മുടെ വസ്ത്രത്തിൽ അഴുക്കൊന്നും ഉണ്ടാവില്ല, 5 നേരം നിസ്കരിക്കേണ്ടവരാണ്. നമ്മുടെ ശരീരത്തിലും അഴുക്കൊന്നും ഉണ്ടാവില്ല, 5 നേരം അല്ലാഹുവിന്റെ മുമ്പിൽ കുമ്പിടേണ്ടവരാണ്. അപ്പൊ നോക്കൂ, ഈ വൃത്തിബോധവും ഈ ശുചിത്വ ബോധവും അല്ലാഹുവിന് നല്ല ഇഷ്ടം. അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു പണിയാണെന്ത്? വെടിപ്പും വൃത്തിയുമുള്ള ജീവിതം നയിക്കുക. ഇന്ന് ലോകാരോഗ്യ സംഘടന എല്ലാ മനുഷ്യന്മാരോടും ആഹ്വാനം ചെയ്യുന്നതാണ്. ഏത്? കൈയും കാലും ഒക്കെ കഴുകുക, വെടിപ്പും വൃത്തിയുമുള്ളവരായി ജീവിക്കുക. നോക്കി, നമുക്ക് പഠിച്ചവന് കൂലി തരാണ്. അല്ലാഹു നമ്മളെ അതിന്റെ പേരിൽ ഇഷ്ടപ്പെടും. ഇസ്ലാമിന്റെ കാര്യം നോക്കണം. തൗബ എന്നുള്ളത് മനസ്സിൽ പറ്റിപ്പിടിക്കുന്ന പാപത്തിന്റെ കറകളെയും ഇതുപോലെയുള്ള പൊടിപടലങ്ങളെയും അഴുക്കുകളെയും കഴുകാനും തുടക്കാനും വൃത്തിയാക്കുവാനുമുള്ള നിരന്തരമായൊരു പ്രക്രിയയാണിത് തൗബ. അല്ലാഹുമ്മ അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അൽ ഇനാബത്തു ഇലല്ലാഹ്. ഞാനിപ്പോ ചെറുപ്പക്കാരനല്ല, എനിക്ക് നേരായിട്ടില്ല. അറബ് സാഹിബിനെ പോലെ വയസ്സൊക്കെ ആയിട്ട് എന്നിട്ട് ഇങ്ങനെ തൗബ ചെയ്തിട്ട് പ്രാർത്ഥിച്ച് നിസ്കരിച്ച് ഖുർആനൊക്കെ ഓതി പള്ളിന്റെ മൂലയിൽ കടന്നു കഴിയാൻ പറയാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? നല്ല ചുറുചുറുക്കുള്ള സമയത്ത് നമ്മൾ പോകും. ഏത് സമയത്തും പോകാം, നല്ല വിളിക്കുമ്പോഴൊക്കെ. അപ്പോ ഉള്ളും പുറവും വൃത്തിയാക്കുക. അങ്ങനെയുള്ളവരാരെ ഇഷ്ടപ്പെടുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുത്തത്തഖീൻ. പിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖസ്സിത്തീൻ. നീതി പാലിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. എല്ലാ കാര്യങ്ങളിലും നീതി. നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിലാണെങ്കിലും അയൽപക്കങ്ങളോടുള്ള ഇടപാടുകളിലാണെങ്കിലും നമ്മുടെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും ആദർശ ബന്ധുക്കളോടും ഒക്കെ ആരോടൊക്കെ ഇടപഴകുന്നു അവിടെയൊക്കെ എന്ത് ചെയ്യുക? നീതി. നീതിയുടെ ബാലൻസ്. ഈ ബാലൻസിലാണ് അല്ലാഹു ഈ പ്രപഞ്ചത്തെ തന്നെ എന്ത് ചെയ്യുന്നത്? മീസാൻ പറഞ്ഞില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. എന്താ? മീസാനിൽ നിങ്ങൾ അതിര് കവിയാൻ പാടില്ല, പരിധി വിടാൻ പാടില്ല. ആ ബാലൻസ് എന്ത് ചെയ്യണം? ഒപ്പിച്ച് കൊണ്ടുപോകും നീതിയോടുകൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? എത്ര വിവാഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചത്? 13 വിവാഹം കഴിച്ചു. അതിൽ 11 ഭാര്യമാരുമായിട്ടാണ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്യത്തിൽ ഏർപ്പെട്ടിരുന്നത്.
പ്രവാചകൻ മരണപ്പെടുമ്പോൾ ജീവിച്ചിരുന്ന ഭാര്യമാർ എത്രയായിരുന്നു? 9 ഭാര്യമാർ. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 2 ഭാര്യമാരെന്ത് ചെയ്തു? അള്ളാഹുവിലേക്ക് യാത്രയായിരുന്നു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതം എടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇത്ര ഒന്നിനെ കൊണ്ടെടുക്കാൻ തന്നെ ഇടങ്ങേറാണെന്ന് ചിലവരൊക്കെ പറയും അല്ലേ? അത് ഭാര്യക്ക് ഭർത്താവിനെ കൊണ്ടെടുക്കാനുള്ള ഒരു പ്രയാസത്തോട് ചോദിക്കണം. നമ്മളൊക്കെ ഒരു സൈക്കിളിന്റെ പ്രയാസം ചോദിക്കണം. നമ്മൾ പറയാമോ അതൊക്കെ നമ്മൾ സഹിച്ചു പോകാണ്. ഒരു ഭാഗത്തുനിന്ന് മാത്രമല്ല, അതാ നീതി. അതാണ് പിസ്ത് എന്ന് പറഞ്ഞാല് നമ്മളിവിടെ അവിടെ ഷോപ്പിൽ തൂക്കുന്ന ത്രാസ് മാത്രമല്ല, അതിന്റെ 2 തട്ടുകളും തുല്യമാകാനുണ്ട്. എല്ലായിടത്തും നീതിയുടെ അളവ് പോലെയാണ് ആര് വെക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു. അല്ലാഹു നീതിമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല, അനീതി ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതം തന്നെ ഒരു ത്യാഗമാണ്, ജിഹാദ് അല്ലേ? ആ ജിഹാദിന്റെ ഇടയ്ക്ക് ഒരുപാട് ജിഹാദുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ജിഹാദായിരുന്നു പ്രവാചകന്റെ കുടുംബാന്തരീക്ഷത്തിലുള്ള തന്റെ സഹധർമ്മിണികൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകളത്രകളെയും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതൊരു വലിയ ജിഹാദിനെ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീതി എത്രമാത്രം വെച്ചാൽ റസൂൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ രാത്രി വീതം വെച്ചു കേട്ടോ. പുതിയ വിവാഹം കഴിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം തുടർച്ചയായി നിൽക്കും. എത്ര വരെ നിൽക്കാം? 7 ദിവസം വരെ നിൽക്കാം. 3 ദിവസം നിൽക്കുകയാണെങ്കിൽ ആ ഭാര്യയോട് പറയും, നീ ഞാൻ എല്ലാവരുടെയും കൂടെ 3 ദിവസമാണ് നിൽക്കുക. 7 ദിവസം ആദ്യ കല്യാണം കഴിക്കല്ലേ, അപ്പൊ അവരോട് കൂടെ 7 ദിവസം നിൽക്കുകയാണെങ്കിൽ അവരോട് ആ പുതിയ പെണ്ണിനോട് പറയുന്നു, ഇനി ഞാൻ 7 ദിവസം എല്ലാവരുടെയും കൂടെ നിന്ന് കഴിഞ്ഞിട്ട് ഈ പൂഴത്തിനെന്തേ ഉള്ളൂ. അസർ നമസ്കരിച്ചതിന് ശേഷം പ്രവാചകൻ ഭാര്യമാരുടെ അരികിലേക്ക് ഇങ്ങനെ സന്ദർശനത്തിന് പോകാറുണ്ട്. ഏതെങ്കിലും ഒരു ഭാര്യയെ സന്ദർശിച്ചാൽ എല്ലാ ഭാര്യമാരുടെയും അരികിൽ പ്രവാചകൻ സന്ദർശനം, ക്രിസ്തു സന്ദർശനം. അതിലുവരെ നീ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോകുമ്പോൾ ഭാര്യമാരെ കൂടെ പോകും. ദീർഘമായി യാത്ര പോകുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക, ആരും കൂടെ കൂട്ടുന്നത് നല്ലതാണ്. അവിടുന്ന് ചിരി വരുന്നു. ഒരു കമ്പനി ആവശ്യാർത്ഥോ ബിസിനസ് ആവശ്യാർത്ഥോ ഒക്കെ മലേഷ്യയിലേക്കോ സിംഗപ്പൂരിലേക്കോ അതേപോലെ തന്നെ അമേരിക്കയിലേക്കോ വേറെ എവിടെയെങ്കിലൊക്കെ പോകുകയാണെങ്കിൽ ആരെങ്കിലും കൂടെ കൂട്ടണം. ഇതാണ് ഇസ്ലാമികമായി സുന്നത്ത്. ഇവിടെ ഭാര്യമാരുണ്ട്, അത് നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. ഭാര്യമാര് കൂടെ കുട്ടികൾ യാത്ര ചെയ്ത് നോക്കൂ, നമുക്ക് നമ്മൾക്കല്ലേ ഒരു കംഫർട്ട് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നൂലേ? അവർക്ക് തോന്നും. അവരെ വീട്ടിലാക്കി പോകുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ടാകും? അവർ വീട്ടിൽ ഒറ്റക്കാണെങ്കിൽ അവർക്ക് സുരക്ഷിതത്വ ബോധമാണോ അരക്ഷിത അവസ്ഥയാണോ അനുഭവപ്പെടുക? വീട്ടിലേതായ സുരക്ഷിതത്വം എന്നല്ല ഞാൻ പറയുന്നത്, അവർക്കുണ്ട്. എന്നാലും അല്ലേ, അതാണ് കൂടെ ഉണ്ടാകുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു നറുക്കിടാറില്ല മാത്രമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും പേരെഴുതിയിട്ട് എന്ത് ചെയ്യും? നറുക്കിടും. ആരെയാണോ നറുക്കിൽ കിട്ടുന്നത് അവരെ കൂടെ കൊണ്ടുപോകും. സുബ്ഹാനല്ലാഹ്. നീതി തുല്യമായ വീതം വെക്കും. എല്ലാവർക്കും ഒരേപോലെയുള്ള താമസം സൗകര്യം, ഒരേപോലെയുള്ള ഭക്ഷണ സൗകര്യം, ഒരേപോലെയുള്ള വസ്ത്രം വീതം. എന്നിട്ട് റസൂൽ പ്രാർത്ഥിച്ചു, ഞാൻ പഠിച്ചോനെ, ഇതാണ് നീ എനിക്ക് ഉടമപ്പെടുത്തി തന്ന എന്റെ കഴിവിൽ ഞാൻ അവർക്ക് വീതിച്ചു നൽകിയിട്ടുള്ളത്. റബ്ബേ, എന്റെ കഴിവിൽ പെടാത്ത വല്ലതും ഈ വീതം വെപ്പിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പുറത്തു തന്നെ. അപ്പൊ മനസ്സിന്റെ ചിലപ്പോ ഏതെങ്കിലും ഒരാളോട് അധികം സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതാണ് നബി. സുബ്ഹാനല്ലാഹ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ
മുഖ്സിതീൻ. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. അങ്ങനെ എത്ര സ്ഥലങ്ങളിൽ മക്കളോടുള്ള കാര്യങ്ങളിൽ നീതി. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടാൻ എന്തൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പൊ വെറും ഖുർആൻ മാത്രം പോരാ. പ്രാർത്ഥനയോടൊപ്പം എന്ത് വേണം? ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് സ്വഭാവങ്ങളാണ്. ഇതൊക്കെ സ്വഭാവമാണ്. സ്വഭാവങ്ങളെ ഖുർആൻ സ്വഭാവമാണെന്ന് പറഞ്ഞത് ആര് പറഞ്ഞു? അതൊന്നും ഖുർആൻ സ്വഭാവമാണ്. ആരാ പറഞ്ഞത്? ആയിഷ റളിയല്ലാഹു അൻഹ. ആരെ കുറിച്ചാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞപ്പോ ഖുർആനാണെന്നാ പറഞ്ഞത്. നമുക്കിങ്ങനെ പുതുമ തോന്നുന്നു, ഖുർആൻ എങ്ങനെ സ്വഭാവമാക്കുക. അപ്പൊ ഇതാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ കേട്ടൊരു കാര്യം പറഞ്ഞില്ലേ അല്ലേ? നടന്നിങ്ങനെ പോരുമ്പോ വീഡിയോ കോലെന്ന് പറയുന്നത് 5 നേരം നിസ്കരിക്കണ മനുഷ്യനാണ് നിൽക്കുന്നത്. മൂപ്പരെങ്ങനെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എന്താ ആ ചോദ്യത്തിന് മനസ്സിലാക്കുന്നത്? അത് ആരായാലും പഠിച്ചോ പുറത്തു വിട്ടേ അല്ലേ? ആരായാലും നിസ്കാരം ഒരു വഴിക്ക്, കുടുംബം വേറെ, അദ്ദേഹം മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നമസ്കാരം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലോ സ്വഭാവത്തിലോ വല്ല മാറ്റം വരുന്നുണ്ടോ? ഇല്ല. നിസ്കാരം വളരെ ഇമ്പോർട്ടന്റ് ആയ സംഗതിയാണ് അല്ലേ സഹോദരന്മാരെ? നിസ്കാരം ഇമ്പോർട്ടന്റ് ആയ കാര്യമില്ലേ? സക്കാത്തിന് മുമ്പൊക്കെ ഇമ്പോർട്ടന്റ് അല്ലേ? ഹജ്ജ് പ്രധാനപ്പെട്ട ആരാധനയല്ലേ? 5 സ്തംഭങ്ങളിൽപ്പെട്ട സംഗതിയാണ്. പക്ഷെ അതിലൊക്കെ എന്തുണ്ട്? നമുക്ക് ഇളവുകളുണ്ട് ഇല്ലേ? നിസ്കാരത്തിന് ഇളവില്ലേ? നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഇരുന്ന് നിസ്കരിക്കണമെങ്കിൽ ഈ പള്ളിയിലുണ്ട്. പള്ളിക്ക് വരാൻ കഴിയാത്തവരെ കുട്ടികൾ കിടന്ന് നിസ്കരിക്കുന്നുണ്ട്. കിടന്നിട്ടും വാങ്ങി കാണിക്കാൻ കഴിയാത്തവർ ഐസിയുവിൽ ഉള്ള ഒരാൾ ബോധം ഉണ്ടെങ്കിൽ അയാൾ നിസ്കരിക്കണ്ടേ? ബോധമുണ്ട് ഒരാൾക്ക്, ഐസിയുയിലാണ്, കൈകാലം നനക്കാൻ കഴിയുന്നത്. കണ്ണിന്റെ കോള കൊണ്ട് എന്തെങ്കിലും അനക്കിയിട്ട് എന്ത് ചെയ്യാം? അയാൾക്ക് നിസ്കരിക്കണം. അതൊക്കെ ഇളവുകളുണ്ട്. മുമ്പ് യാത്രക്കാരനാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ നോക്കണ്ട, പിന്നെ നോക്കാൻ മതി. രോഗിയാണോ? സാരമില്ല, സുഖമായിട്ട് നോക്കിയാൽ മതി. ഇളവാണ്. ഹജ്ജിന്റെ കാര്യത്തിൽ, ഉംറന്റെ ആരാധനയിലൊക്കെ എന്തുണ്ട്? ഇളവുകളുണ്ട്. എന്നാലോ നമ്മുടെ മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കുന്നതിൽ ഇളവുണ്ടോ? ഉണ്ടോ? ഭാര്യമാരോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ ഇളവുണ്ടോ? ഭർത്താക്കന്മാരോടുള്ള കടപ്പാടുകൾ ചെയ്ത് വീട്ടേണ്ടതിൽ ഇളവുകളുണ്ടോ? സത്യം പറയുക എന്ന കാര്യത്തിൽ ഇളവുണ്ടോ? വഞ്ചന കാണിക്കാതിരിക്കുക എന്ന കാര്യത്തിൽ എവിടെയെങ്കിലും ഇളവുണ്ടോ? കരാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക എന്ന കാര്യത്തിൽ എവിടെയെങ്കിലും ഇളവുണ്ടോ? ഇല്ല. ആ അപ്പൊ സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഒരു റുഖ്സയുമില്ല. അതാണ് ശരിക്കെന്ത്? ഖുർആൻ. നിങ്ങൾ നീതി പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. 6 ഗുണം നമ്മൾ പറഞ്ഞു, 6 സ്വഭാവം. അപ്പൊ നമ്മളെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ പരിശോധിക്കുക. പറഞ്ഞതിന്റെ എത്തുണ്ടോ കേട്ടോ? അല്ലാന്റെ ഇഷ്ടം എനിക്ക് നഷ്ടപ്പെടുമോ? അതില്ലാതെ പോയാൽ എന്ത് ചെയ്യും? അള്ളാഹിന്റെ ഇഷ്ടത്തിന്റെ തോത് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ എത്തിപ്പിടിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹത്തെ നമ്മൾ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. അതിൽ 7ാമത്തെ ഒന്ന് പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. നിശ്ചയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ ഇഷ്ടപ്പെടുന്നു? അല്ലാഹുവിനെ തവക്കൽ. അല്ലാഹ് അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഏത് കാര്യത്തിനും. അല്ലാഹ് എന്താ പറയാ? ഞാൻ അല്ലാഹുവിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. മടിയല്ലേ, അലസതയല്ലേ? ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ബാക്കി കാര്യം ആരും ഏൽപ്പിക്കുക, അല്ലാഹുവിൽ തവക്കുലാക്കുക. ഇങ്ങനെയുള്ളവരെ ആര് ഇഷ്ടപ്പെടുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ നല്ലവരായ ദാസന്മാരിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. ഞങ്ങൾ പറ്റിപ്പോയിട്ടുള്ള വീഴ്ചകൾ ഞങ്ങളോട് നീ ഓർക്കേണ്ടത്. ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയവർക്ക് അറിയാനും നിങ്ങളുടെ രോഗികൾക്ക് നീ പരിപൂർണ്ണ ശ്രദ്ധയും ശമനവും നൽകണം. നിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്ന നിന്റെ ഇഷ്ടദാസന്മാരിൽ നിങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണം.
اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قابل النجاة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.